കാത്തിരിപ്പിനൊടുവിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കോവളത്തെ റിസോർട്ടിൽ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ഉൾക്കൊള്ളിച്ചു നടത്തിയ വിവാഹത്തിന്റെ അതിമനോഹരമായ ചിത്രങ്ങളാണ് ദിയ തന്നെ ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. നയൻതാര വിഘ്നേഷ് വിവാഹം പോലെയാണ് ദിയ തന്റെ കല്യാണവും ഒരുക്കിയത്. കല്യാണ പന്തലും സാരിയും ആഭരണങ്ങളിലുമെല്ലാം നിറവ്യത്യാസം മാറ്റി നിർത്തിയാൽ വിവാഹ ചിത്രങ്ങൾ പോലും അതേ സ്റ്റൈലിലാണ് പകർത്തിയതും പങ്കുവച്ചതും. വിവാഹത്തിന്റെ യാതൊരു ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നില്ല. അതീവ സ്വകാര്യമായി ഒരുക്കിയ ചടങ്ങിൽ ചേച്ചി അഹാനയും അനുജത്തിമാരുമെല്ലാം അതിമനോഹരമായി തന്നെയാണ് ഒരുങ്ങിയത്. കല്യാണം മുഴുവൻ സ്വന്തം ചെലവിലാണ് ദിയ ഒരുക്കിയത്. അതിനായി അച്ഛനെയും അമ്മയെയും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. വസ്ത്രവും സ്വർണവും അടക്കം എല്ലാം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശിനാണ് ദിയ വാങ്ങിയത്. കല്യാണ ചെലവുമെല്ലാം ദിയ സ്വയമാണ് നിർവഹിച്ചതും. ദിവസങ്ങൾക്ക് മുമ്പ് 20 ലക്ഷത്തോളം രൂപയുടെ പുതിയ കാറും ദിയ വാങ്ങിയിരുന്നു. വിവാഹശേഷം ഇരുവരും പുതിയ ഫ്ളാറ്റിലേക്കാണ് താമസം മാറുന്നതും. അങ്ങനെ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് സ്വയം ഒരുക്കിയാണ് ദിയ വിവാഹിതയായിരിക്കുന്നത്. താമരപ്പൂവിന്റെ നൈർമല്യതയോടെയാണ് കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ചിത്രങ്ങൾ കണ്ട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ലൈറ്റ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള സാരികളും ധാവണി വസ്ത്രങ്ങളുമാണ് അഹാനയും അനുജത്തിമാരും തിരഞ്ഞെടുത്തത്. 3 മാസത്തോളം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ഒരുക്കിയെടുത്ത വിവാഹ വസ്ത്രങ്ങളാണ് ഇവർ അണിഞ്ഞത്. മാത്രമല്ല കല്യാണത്തിന് അണിയേണ്ട സ്വർണമടക്കം എല്ലാവരും ദിവസങ്ങളോളം നീണ്ട സെലക്ഷനുകൾക്കൊടുവിലായിരുന്നു അന്തിമമായി തീരുമാനിച്ചു വാങ്ങിയത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയുമായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ഏതാണ്ട് 25ഓളം ആളുകൾ മാത്രം എത്തിയ വിവാഹമായിരുന്നു കോവളത്തെ റിസോർട്ടിൽ വെച്ച് നടന്നത്. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ എന്ന OC. ചേച്ചി അഹാന കൃഷ്ണ കരിയറിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ദിയ കൃഷ്ണ വിവാഹിതയായിരിക്കുന്നത്. ആർഭാടങ്ങൾ ഒട്ടുമില്ലാതെയാകും വിവാഹം എന്ന സൂചന മുൻപേ തന്നെ ലഭിച്ചിരുന്നു. പെൺമക്കളുടെ വിവാഹം അവർ തന്നെ നോക്കിക്കൊള്ളുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞതും. പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൃഷ്ണകുമാറിനും സിന്ധുവിനും നേരത്തെയും നിരവധി തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ചോദ്യങ്ങൾ ഭയന്ന് മക്കളെ വിവാഹത്തിൽ നിർബന്ധിക്കുകയോ അവരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്ന അച്ഛനും അമ്മയും ആയിരുന്നില്ല കൃഷ്ണകുമാറും സിന്ധുവും. മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന, അവരുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് രണ്ടുപേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ദിയ തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയും എന്ന നിലയിൽ അവർ സമ്മതം മൂളുകയായിരുന്നു. ആദ്യം വിവാഹത്തെക്കുറിച്ച് മകൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും അശ്വിനും ദിയയും സീരിയസ് ആണെന്ന് മനസ്സിലായതോടെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. പിന്നാലെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി. സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും സ്ഥലവും സമയവുമൊക്കെ സസ്പെൻസായി നിർത്തിയിരിക്കുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.